വിചാരിച്ച് വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്നേ. അങ്ങനെ ഓട്ടോ പിടിച്ച് ഞാൻ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്ത് S6 ആണ് ഞങ്ങൾക്ക് കയറാനുള്ള കോച്ച്. ഒരു ലേസ് വാങ്ങിച്ചു കൊടുത്തേ മോൾക്ക്. പിന്നെ നേത്രാവതിക്കാണ് ഞങ്ങൾ പോകുന്നത്. ട്രെയിൻ വരുന്നതും കാത്ത് ഞങ്ങൾ ഇരുന്നേ. ട്രെയിൻ വന്നതോടെ മോൾ ഉറങ്ങി. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി, മോളങ്ങ് ഉറങ്ങിയല്ലോ, വഴക്കൊന്നും ഉണ്ടാക്കാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ച്. അരൂരൊക്കെ എത്തിയപ്പോഴേക്കും മോൾ മെല്ലെ മെല്ലെ കണ്ണ് ചിമ്മി ചിമ്മി നോക്കുന്നു. ഇപ്പം എത്താറായോ എന്നുള്ള ആകാംക്ഷയിലായിരിക്കാം. പിന്നെ മോൾ എണീറ്റ് ആലുവ എത്താറായപ്പോഴേക്കും മോൾ എണീറ്റ്. പിന്നെ മോളുടെ വിഷമമൊക്കെ മാറ്റാനായിട്ട് കണ്ണാടി നോക്കി ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് ആലുവ എത്തിയപ്പോഴേക്കും ആളോക്കെ ഞാൻ സ്റ്റെയർ കയറിക്കോളാം അമ്മയെന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് എൻ്റെ കൈയൊക്കെ വിടിയിച്ച് കയറുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും അടുത്തായതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ബസ്സിനകത്തോട്ട് കയറിയപ്പോൾ ചൂട് കൊണ്ടിട്ട് മോൾ ഇച്ചിരി നേരം വഴക്കുണ്ടാക്കി. പിന്നെ അവളെ സമാധാനിപ്പിക്കാൻ ടിക്കറ്റൊക്കെ കൊടുക്കുമെന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ച് അങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലെത്തി ഞാൻ ചോദിച്ച് തണ്ടിരിക്കൽ തടിക്കടവ് കൊണ്ടാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കൊണ്ടാക്കും മോളെ, വാ കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഞങ്ങളുടെ നാട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് പോകുന്ന ഒരു പ്രത്യേക സന്തോഷവും സമാധാനവും അല്ലേ എല്ലാവർക്കും. സ്വന്തം വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വന്നാലും ഒരു സന്തോഷമാണ് നമുക്ക്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാം. ഞാൻ ജനിച്ച് വളർന്ന വീട്ടിലോട്ട് പോവാം. അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും വാഴക്കൃഷി കണ്ട് മോള് നോക്കുക. അവിടെ മൊത്തം വാഴക്കൃഷി, ഏത്തവാഴ കൃഷിയാണ് നട്ടിരിക്കുന്നത്. നല്ല രസമാണ് പക്ഷെ അത് കാണാനായിട്ട്. ഞങ്ങൾ എന്നപ്പോഴേക്കും അച്ഛനും അമ്മയും ഉറങ്ങുന്ന. അവർ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ തൊഴാൻ പോയിട്ട് വന്ന് കിടന്നുറങ്ങുവാണേ. ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ നല്ല കൂർക്കം വലിച്ച് ഉറങ്ങുന്നു. മോളാണ് ചെന്നോടെ അപ്പാ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ അപ്പാ എന്നാണ് വിളിക്കുന്നത്. അത് കേട്ട് അവളും അതുപോലെ തന്നെ അപ്പായോ അമ്മച്ചിന്നാണ് രണ്ടുപേരെയും വിളിക്കുന്നത്. ഭയങ്കര സ്നേഹത്തോടെ രണ്ടുപേരും കളിപ്പിക്കുക. വന്ന ഉടനെ പിന്നെ അപ്പയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. ഞാൻ പറഞ്ഞില്ല വരുന്ന കാര്യം. അങ്ങനെ രണ്ടുപേരും കളിപ്പിച്ച് പിന്നെ അമ്മ ചെന്നപ്പോഴേക്കും നല്ല ചൂട് കട്ടൻ കാപ്പിയും സമൂസയും മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് കൂട്ടി ഒരു കഴിക്കാമെന്ന് വിചാരിച്ചേ.